ഹായ് മക്കളെ, ഏതൊരു എക്സാമിനും നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ പഠിക്കുന്ന ഈ ഒരു ടൈമിൽ ഏതൊരു എക്സാം ആയിക്കോട്ടെ, ഇപ്പോൾ ജസ്റ്റ് നിങ്ങളെ സ്കൂളിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നടത്തുന്ന ഒരു ഒബ്ജക്റ്റീവ് ടൈപ്സ് ഒരു 5-6 ക്വസ്റ്റ്യൻസ് മാത്രം തന്നുകൊണ്ട് നടത്തുന്ന അത് ഒബ്ജക്റ്റീവ് ടൈപ്സ് ആയിട്ട് നടത്തുന്ന ഒരു എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, അതിന് നമ്മൾ ഈ ടൈമിൽ കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ സാർ, വീഡിയോ തുടങ്ങുന്നതിന് മുൻപേ ഈ ഒരു കാര്യം പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. നമുക്ക് ഓണം എക്സാം ഉണ്ടാവുകയോ ഇല്ലയോ എന്നതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മാറിക്കിട്ടി, ഓണം എക്സാം ഉണ്ടാവും എന്ന് അറിഞ്ഞു. പക്ഷേ ഓണം എക്സാം എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പബ്ലിക് എക്സാം ആയിട്ടല്ല, ഗവൺമെൻറ് ടൈം ടേബിൾ തരും. സ്കൂൾ വൈസ് നിങ്ങൾക്ക് എത്ര ചാപ്റ്ററുകൾ കവർ ആയിട്ടുണ്ട് അതിനനുസരിച്ച് സ്കൂളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഇടുക. ഓക്കെ റെഡി. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് അറിഞ്ഞത് മുതൽ പലരും എന്താണ് ഓണം എക്സാമിന് വേണ്ട രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, പലരും ചെയ്യുന്ന കാര്യമാണ്. അതായത് എന്താണ് ഇപ്പോൾ ഉള്ളൊരു മൈൻഡ് എന്ന് പറഞ്ഞാൽ, പലരുടെയും മൈൻഡ് ഓണം എക്സാം അല്ലേ, അത് സ്കൂൾ വൈസ് നടത്തുന്നതല്ലേ, അപ്പോൾ എന്താണ് അങ്ങനെ അങ്ങ് പോട്ടെ, ഇത് ഇത്രത്തോളം മതി, നമുക്ക് അടുത്ത എക്സാം വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനേക്ക് നോക്കാം എന്നുള്ള മൈൻഡാണ്. പ്രത്യേകിച്ച് +1 കുട്ടികൾ. കാരണം ഇനി എന്താണ്, +1 മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, +2 പിടിക്കാമല്ലോ എന്നുള്ള മൈൻഡാണ്. വെറുതെ ചിന്തിക്കുകയാണ്. +1 മാർക്ക് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് +2 മാർക്ക് കുറയുക എന്ന് തന്നെയാണ് അർത്ഥം. ഇവിടെ കുറഞ്ഞ മാർക്ക് അവിടെ കൂട്ടിയെടുക്കാനൊന്നും പറ്റൂല. ഓക്കെ, ഇവിടെ 100-നാണ്, അവിടെ 100-നാണ്. ഇവിടെ 100-ൽ 70 കിട്ടിയെന്ന് വെച്ചാൽ അവിടെ അത് കൂട്ടിപ്പിടിച്ച് 130 എക്സ്ട്രാ പിടിക്കാനൊന്നും നിങ്ങൾക്ക് പറ്റൂല. ഓക്കെ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ എക്സാം, നമ്മുടെ ഓണം എക്സാമിൻ്റെ കേസിലും ഇതേ മൈൻഡാണ്. എന്താണ്, ക്വാർട്ടർലി എക്സാം ആണ്, സ്കൂൾ വൈസ് നടത്തുന്നതാണ്, വേണ്ട രീതിയിൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെയാണ് സാർ ആദ്യം പറഞ്ഞ കാര്യം. ഏതൊരു എക്സാം ആയിക്കോട്ടെ, ആ ഒരു എക്സാമിന് നിങ്ങൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഒരു എക്സാമിനേക്ക് നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട് അത് പഠിച്ചിട്ട് പോവുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഈ ഓണം എക്സാം എന്ന് പറഞ്ഞാലും ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാലും ഒക്കെ നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്താണ് ജസ്റ്റ് വെറുതെ നടത്തുന്നതല്ല. ഇത് പബ്ലിക് എക്സാമിനേക്ക് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഓരോ സബ്ജക്റ്റിലും 10-15ഓളം ചാപ്റ്ററുകളുണ്ട്. ഇത് ഓരോ ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ കൃത്യമായി കവർ ചെയ്ത് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കവർ ചെയ്ത് പോകാൻ വേണ്ടി നടത്തുന്ന എക്സാമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പബ്ലിക് എക്സാമിനേക്ക് എന്താണ്, ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാൻ പറ്റില്ല. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഏതെല്ലാം സബ്ജക്റ്റിൽ ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സിലബസും കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചു തീർക്കുക. ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും അത് ബാക്കിയുള്ളത് നമ്മൾ പഠിച്ചു തീർക്കുക. അങ്ങനെ പോകണം നമ്മൾ. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു ഓണം എക്സാം ആകുമ്പോഴേക്കും അത് എക്സാം എങ്ങനെ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എക്സാം ഇല്ലെങ്കിൽ കൂടി എന്ത് ചെയ്യുക, പഠിക്കാനുള്ളത് നിങ്ങൾ പഠിച്ചു തീർക്കുക. നമുക്കറിയാം 18 to 29 ഡേറ്റ്. നാളെ ഓഗസ്റ്റ് 1. ഇനി നമ്മൾ മുന്നിലുള്ള ദിവസം 15 ദിവസം കൂട്ടിയാൽ മതി. ഓക്കെ, തിങ്കളാഴ്ച 18 തിങ്കളാണ് വരുന്നത്. അപ്പോൾ ശനി ഞായർ നിങ്ങൾ കൂട്ടണ്ട, 15 കൂട്ടിക്കോ. ഓക്കെ, 15 ദിവസം എങ്ങനെ പഠിക്കണം? ഒരുപാട് പേരുണ്ട് ഇപ്പോഴെന്താണ് വേണ്ട രീതിയിൽ കവർ ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരുപാട് ബാക്ക്ലോഗ് ഉള്ള കുട്ടികളുണ്ട്. ഓക്കെ, ബാക്ക്ലോഗ് ഉള്ളവരേ ഉള്ളൂ, ഒന്നും പഠിച്ച് തുടങ്ങാത്തവരായിട്ട് ഉണ്ട് തോന്നില്ല. എന്തെങ്കിലുമൊക്കെ എല്ലാ ചാപ്റ്ററിലും അറിയുന്ന കുട്ടികൾ തന്നെയാണ് നിങ്ങൾ. പക്ഷേ ആ ബാക്ക്ലോഗ് മതിയല്ലോ നമ്മൾ പിന്നോട്ട് പോകാൻ. അതല്ലേ നമുക്കതിന് കവർ ചെയ്യേണ്ടത്. 15 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. എങ്ങനെ പഠിക്കും? നമ്മൾ പറഞ്ഞു, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 50 days മിഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഓരോ ദിവസത്തിലും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്റർ, നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാകുന്ന ഓരോ ചാപ്റ്ററുകളും നമ്മൾ 1 ഷോട്ടിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, 1 ഷോട്ടിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതും ഓക്കെ, നിങ്ങൾക്കറിയാം യൂട്യൂബ് 1 ഷോട്ടാണ്. നമുക്ക് ഒരു ബാച്ചിലൊക്കെ ക്ലാസ് കൊടുക്കുന്ന പോലെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അത്രയ്ക്കും ഫുള്ള് നമുക്ക് എടുത്ത് അങ്ങോട്ട് തരാൻ പറ്റുന്നതല്ല. പക്ഷേ എങ്കിൽ കൂടി ആ ഒരു ഉള്ള ടൈമിൽ നമ്മൾ മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ 1 ഷോട്ട് മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. റെഡി? അപ്പോൾ ഡെയിലി ഒരു ദിവസം ഓക്കെ, സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മിനിമം ഒരു 3 to 4 hour നിങ്ങൾക്ക് ഉണ്ടാവില്ലേ പഠിക്കാൻ? നിങ്ങൾക്ക് ഇരുന്നൂടെ പഠിക്കാൻ? ഇരിക്കണം നിങ്ങൾ. ഓക്കെ, ഇത് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഇതിൽ തന്നെ നോക്കുക, നമ്മളെ 1 ഷോട്ടിന് വേണ്ടി നിങ്ങൾ മാക്സിമം ഒരു 1.5 hour, ഓക്കെ പോട്ടെ, ഒരു 2 hour നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 2 hour നിങ്ങൾക്കില്ലേ? ഈ ടൈം മതിയല്ലോ. അതും നിങ്ങൾ 1 ഷോട്ട് എന്ന് പറഞ്ഞാൽ, സാർ പറഞ്ഞു 1 ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ ഉള്ള 1 ഷോട്ടും കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾ ആ ഫുൾ ടൈം ഇരുന്ന് കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ഇല്ല. കാരണം സാർ നേരത്തെ പറഞ്ഞ ബാക്ക്ലോഗ് ഉള്ള കുട്ടികളേ ഉള്ളൂ. അല്ലാതെ ഒന്നും പഠിക്കാത്ത ആരുമില്ല.
അല്ലെ? എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കറിയാം, ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ ആ ഒരു പോർഷൻ, നിങ്ങൾക്ക് അറിയുന്ന പോർഷൻ നിങ്ങൾക്ക് എന്താണ്, യെസ്, സ്കിപ്പ് ചെയ്തൂടെ, അല്ലെങ്കിൽ ഒന്ന് സ്പീഡിൽ അടിച്ചു വിട്ടൂടെ? ഓക്കെ. സോ എന്താണ്, ഒരു വൺ ഷോട്ടിന്റെയോ അല്ലെങ്കിൽ ഒരു ക്ലാസിന്റെയോ ഫുൾ ടൈം നിങ്ങൾക്ക് വേണ്ട അത് പഠിക്കാൻ. റെഡി? സോ അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് ഒരു ഫുൾ ക്ലാസ് ഒരു വൺ ഷോട്ടോ കണ്ടു തീർക്കാൻ ചിലപ്പോൾ എന്താ മാക്സിമം ഒരു 1 hour 1.5 hour ഒക്കെ മതി, 5 hour ഒക്കെ മതി. ഓക്കെ, 1.5 മണിക്കൂറൊക്കെ മതിയാവും. ബാക്കി ടൈം നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം, സുഖമായിട്ട് ഇരുന്ന് പഠിക്കാം. അത് മതിയല്ലോ, അത് മതി ഇനിയുള്ള ദിവസങ്ങളിൽ. നിങ്ങളെ ഓണം എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് തീർക്കാനുള്ള ചാപ്റ്ററുകൾ തീർക്കാൻ ആ ഒരു ടൈം ധാരാളമാണ്. അത് മനസ്സിലാക്കുക. ആ ടൈമിൽ ഇരുന്ന് പഠിക്കുക. ഓണം എക്സാം നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, ഓണം എക്സാം ആകുമ്പോഴേക്കും പഠിച്ച് തീർക്കാനുള്ള കാര്യങ്ങൾ പഠിച്ച് തീർക്കുക. ഓണം എക്സാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്രിസ്മസ് എക്സാം ഫോക്കസ് ചെയ്യുക. അതിനുശേഷമുള്ള സിലബസുകൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വേണം നമ്മൾ ഒരു വർഷം മുന്നോട്ട് പോകാൻ. 10 കഴിഞ്ഞ് വന്ന ആളുകളാണ് നിങ്ങൾ. 10 പോലെയല്ല പ്ലസ് 1 പ്ലസ് 2 എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനേക്കാൾ ഡബിൾ പഠിക്കാനുണ്ട്. ഓക്കെ, ഒരുമിച്ച് എക്സാമിനുള്ള തലേന്നൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പലർക്കും ഉള്ളൊരു വിചാരമാണ് സയൻസിലാണ് ഒരുപാട് പഠിക്കാനുള്ളത്, കൊമേഴ്സിലൊന്നുമില്ല, എക്സാമിന് തലേന്ന് ഇരുന്നാൽ പാസ്സായി പോവാം, അതുകൊണ്ടാണ് ഞാൻ കൊമേഴ്സ് എടുത്തത്. പലരും അഹങ്കാരത്തോടെയൊക്കെ പറയുന്ന കാര്യമാണ്, വെറുതെയാണ്. തലേന്നൊന്നും ഇരുന്ന് പഠിച്ചിട്ട് ഒറ്റത്തിന് പാസ്സായിട്ടില്ല, നല്ല രീതിയിൽ പൊട്ടുകയും ചെയ്യും. സീരിയസ്ലി അതാദ്യം മനസ്സിലാക്കുക. സോ ഈ ടൈം, ഉള്ള ടൈം നല്ല രീതിയിൽ യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും വൺ ഷോട്ടും കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു വൺ ഷോട്ടിൽ ഓക്കെ, നിങ്ങൾക്കൊരു ചാപ്റ്റർ, അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ചാപ്റ്ററൊക്കെ 4ഉം 5ഉം പാർട്ടിലാണ് നമ്മളൊരു ബാച്ചിൽ ചെയ്യുക. അതും ആ ഓരോ പാർട്ടും 2, 2.5, 3 മണിക്കൂറുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചാപ്റ്റർ തീർക്കാൻ നമുക്ക് ടോട്ടൽ വേണ്ടത് ഒരു 10-11 മണിക്കൂറോളം വരുന്ന ഇതാണ് ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ പോർഷൻ. ആ ഒരു ഫുൾ പോർഷനാണ് നമ്മളൊരു വൺ ഷോട്ടിലൂടെ 2-2.5 മണിക്കൂർ കൊണ്ട് മക്കൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കുക അവിടെ, യെസ്, എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് അവിടെ എന്താക്കേണ്ടി വരും, ഷോർട്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ടി വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, സോ വൺ ഷോട്ടിലൂടെ പഠിക്കാം. വൺ ഷോട്ട് എല്ലാ എക്സാം ടൈമിലും യൂട്യൂബിൽ വൺ ഷോട്ട് കിട്ടുന്നുണ്ടല്ലോ, യെസ്, അത് വെച്ചിട്ട് മുന്നോട്ട് പോവാം എന്നുള്ള ധാരണ നിങ്ങൾ ആദ്യം ഒഴിവാക്കുക. ഓക്കെ, ഓണം എക്സാമൊക്കെ ഓക്കെ, നിങ്ങൾക്ക് വൺ ഷോട്ട് വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി എന്ന് വിചാരിക്കുക. ഓണം എക്സാമിനൊന്നും മാർക്കല്ല നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക. പക്ഷേ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഈ ഒരു വൺ ഷോട്ട് വെച്ചുകൊണ്ട് പഠിക്കാം എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ മക്കൾക്ക് മാർക്ക് കുറയും. പലരും ചെയ്യുന്ന കാര്യം, വൺ ഷോട്ടൊക്കെ ഇരുന്ന് കാണും, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വന്ന് പറയും, ഞാൻ ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് മാർക്ക് കിട്ടുന്നില്ല, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? എല്ലാം ഒന്നും നമുക്ക് അതിൽ കിട്ടില്ല. അത് തന്നെ കാര്യം. ഒരു കാര്യം നമ്മൾ പഠിക്കാവുന്ന അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വൺ ഷോട്ടിൽ കിട്ടുന്നതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. വൺ ഷോട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലാസ്റ്റ് ടൈം റിവിഷൻ എന്നുള്ള രീതിയിലാണ്. മറന്നുപോയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ അവിടെയാണ് നമ്മുടെ ബാച്ചിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ മക്കൾ മനസ്സിലാക്കുക, നമ്മുടെ ബാച്ചിന് ഫീ റിഡക്ഷൻ ഉണ്ട്. ഓക്കെ, ഓഫർ പ്രൈസിൽ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ് 3,999. അപ്പോൾ ഈ ഒരു ഓഫർ കുറച്ച് ദിവസം കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുൻപ് പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, റെഡി? ഇതാ ജസ്റ്റ് നോക്കിക്കോ, ഡെയിലി നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. ഒന്ന് പുറത്തു പോയി ചായ കുടിക്കേണ്ട പൈസ പോലും നമുക്കിപ്പോൾ ഒരു ദിവസത്തേക്ക് പഠിക്കാൻ വേണ്ട എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാത്ത കുട്ടികളൊക്കെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മളെ 50 days മിഷൻ അത് അടിപൊളിയായിട്ട് ഫോളോ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, റെഡി? അപ്പം നമുക്ക് വീണ്ടും കാണാം ലൈവിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുവരെ ബൈ.